ഹലോ, ഇന്ന് നമ്മുടെ ലീനുവിന്റെ കല്യാണത്തലേന്നാണ്. അങ്ങനെ പാട്ടായി കൂത്തായി ആളായി ആരോമായി. അതേലോ, ഇനി കല്യാണമാണ്. എന്നോട് നീ ഒന്നും ചെയ്യണ്ട, ഡ്രസ്സ് ഇട്ടിട്ട് വന്നാൽ മതി, ഞാൻ മുഴുവൻ ഓർഡർ. അങ്ങനെ ഡ്രസ് ചേഞ്ച് മാത്രം നടത്തി എങ്ങടാന്നല്ലേ? അതെ, പുഷ്പലത ചേച്ചി. അങ്ങനെ ചേച്ചി എന്നെ ഫസ്റ്റ് കോട്ട് പൊട്ടിയടിച്ചിട്ടുണ്ട്. ഇവളാ ഫുഡൊക്കെ പഠിക്കാൻ പറ്റുന്ന റീത്തിന് വല്ലതും വിട്ടാൽ മതിയായിരുന്നു. കണ്ടില്ലേ, എനിക്ക് മേക്കപ്പ് ഇട്ട് എത്ര ഭംഗി ഉണ്ടാവുന്നു ഞാൻ മനസ്സിലാക്കണം. എന്റെ സംഭവം മേക്കപ്പ് ചെയ്തപ്പോഴാണ്. എന്താ സുന്ദരിയല്ലേ? പണ്ടായിരുന്നു ഞാനെന്ന് അവളോ അഴക്. അങ്ങനെ അന്ന് അഴക് പത്ത് രസിക്കുമ്പോഴാണ് ഈ മുതൽ വന്നത്. അങ്ങനെ കാറിലെ സീറ്റും കഴിഞ്ഞ് എയറിൽ വരെ കയറി ഞങ്ങൾ പോവാണ്. എൻ്റെ ലിനുവിൻ്റെ പണ്ടേ സുന്ദരിക്കുട്ടിയാണ്. അങ്ങനെ അവിടെ ചടങ്ങൊക്കെ തുടങ്ങി. ലിൻഷിയുടെ ഹാർട്ട് ബീറ്റ് ചെറുതായിട്ട് കൂടുന്നുണ്ടോയെന്നൊരു സംശയം. അതും തീരുമാനമായി. അങ്ങനെ ഒരു കരിമ്പ് ജ്യൂസൊക്കെ പാസ്സാക്കി ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ വേറെ പരിപാടിക്ക് പോവാണ്. എന്നെ പറ്റി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാധനത്തിനെ കണ്ടോ? ഇത് 10 കൊല്ലമായിട്ട് കൂടെയുണ്ട്. ആ മുതലിൻ്റെ ഹൗസ് വാമിംഗ് ആണ് ഇന്ന്. സ്റ്റേജിലും നമ്മുടെ പ്രോഗ്രാം തന്നെ ആയിരുന്നു കേട്ടോ. സ്റ്റേജിലത്തെ പാട്ടും മുക്കിങ്ങും പോരാഞ്ഞിട്ടാണ് ഈ കൂത്ത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് 3 ദിവസത്തെ ഓട്ടപ്പാച്ചിലാണ് ഞാൻ റാപ്പപ്പ് ചെയ്യുന്നത്. എന്നെ ഊട്ടിക്കൊണ്ടിരിക്കുന്നതാണ് എൻ്റെ സ്വന്തമമ്മ. ലൈഫിൽ വേറെ എന്ത് വേണം? എനിക്കിപ്പോഴും തോന്നാറുണ്ട് ഇവരുടെ കൂട്ടത്തിൽ ജനിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയാണ്. ഭയങ്കര നിറയെ പാട്ട് മാത്രമല്ല കേട്ടോ, മനസ്സ് നിറയെ സ്നേഹം കൂടിയാണ് എപ്പോഴും കരല്. അതപ്പോൾ പറയും പോലെ തന്നെയാണ്.